സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറ്റിയത്? ലോക്സഭയിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട ഒരു രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറുക്കിക്കൊള്ളുന്ന പ്രസംഗങ്ങളും ആ പ്രസംഗത്തിലെ ഉപമകളും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട രാഹുൽ ഗാന്ധിയുടെ ആ ചിത്രത്തെ മാറ്റി വരച്ചിരിക്കുന്നു. ഇത്തവണത്തെ ലോക്സഭയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ശക്തമായ ഒരു പ്രതിപക്ഷം ലോക്സഭയിലുണ്ട്. ആ പ്രതിപക്ഷത്തെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും ഏകപക്ഷീയമായി എടുത്ത തീരുമാനങ്ങൾ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്തു വച്ചിട്ട് പോകാൻ മോദി സർക്കാരിന് കഴിയില്ല. എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം സജീവമായി തന്നെ രംഗത്തുണ്ട്. അതിൻ്റെ മുന്നണി പോരാളിയായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ അതിന്മേലുള്ള ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. സത്യം പറഞ്ഞാൽ കേൾക്കേണ്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയത്. ബി.ജെ.പിയുടെ വികാരങ്ങളിൽ ഒന്നായ ഹിന്ദു ഇതിഹാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കത്തിക്കയറിയത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിൻ്റെ കുരുക്കിലാണെന്നാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചത്. കുരുക്ഷേത്രത്തിൽ കർണനും ദ്രോണരും കൃപരും കൃതവർമാവും അശ്വത്ഥമാവും ശകുനിയും അടങ്ങുന്ന ആറക സംഘമാണ് അഭിമന്യുവിനെ വധിക്കാൻ കൂട്ടുനിന്നതെങ്കിൽ ഇന്ന് ആ ചക്രവ്യൂഹത്തിന് നേതൃത്വം നൽകുന്നത് മോദിയും അമിത്ഷായും മോഹൻ ഭഗവതും അംബാനിയും അദാനിയും അജിത് ഡോവലുമാണെന്നും രാഹുൽ തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയുടെ ആ ഉപമയാണ് കലക്കിയത്. കാരണം പുരാണങ്ങളും ഇതിഹാസങ്ങളുമാണ് എല്ലാമെന്ന് കരുതിയിരിക്കുന്ന ബി.ജെ.പിക്ക് അതേ പുരാണത്തിൽ നിന്നുള്ള ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകുന്നത്. ധനമന്ത്രിയുടെ ബജറ്റ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം സഭയിൽ വലിയ ബഹളങ്ങൾക്കിടയാക്കി. രാഹുൽ പ്രസംഗത്തിനിടെ സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിച്ചെന്ന് പറഞ്ഞ് ബി.ജെ.പി അംഗങ്ങൾ ബഹളം വെച്ചു. തുടർന്ന് വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി നിർത്തിയില്ല. ചക്രവ്യൂഹത്തിൻ്റെ മറ്റൊരു പേരാണ് പത്മവ്യൂഹം. പത്മവ്യൂഹത്തിൻ്റെ ഈ മാതൃകയാണ് മോദി ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പത്മവ്യൂഹത്തിൻ്റെ താമര ചിഹ്നമാണ് മോദി തൻ്റെ കുർത്തയിൽ ധരിച്ചത്. ഈ ബഡ്ജറ്റ് ഈ രാജ്യത്തെ കർഷകരെയും യുവാക്കളെയും ചെറുകിട വ്യവസായങ്ങളെയും സഹായിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ കണ്ടത് ഈ ചക്രവ്യൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ബഡ്ജറ്റിൻ്റെ ലക്ഷ്യമെന്നും രാഹുൽ ആരോപിച്ചു. തൻ്റെ പ്രസംഗത്തിനിടയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കൊണ്ട് തലയിൽ കൈവയ്പ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. കേന്ദ്ര ബജറ്റിന് മുൻപ് നടക്കുന്ന ഹൽവ ചടങ്ങിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് നിർമ്മല സീതാരാമനെ കൊണ്ട് തലയിൽ കൈവയ്പ്പിച്ചത്. ബജറ്റിൻ്റെ പുഡിംഗ് വിതരണം ചെയ്യുന്നുണ്ട്, പക്ഷേ നാടിന് ഒന്നും കിട്ടുന്നില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് മുന്നിലിരുന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചമ്മിയെ ചിരിച്ചുകൊണ്ട് നെറ്റിയിൽ കൈവയ്ക്കുന്നതും കാണാൻ സാധിച്ചിരുന്നു. ലോക്സഭയിൽ ഹൽവ ചടങ്ങിൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധിയെ സ്പീക്കർ ഓം ബിർള തടഞ്ഞു. ഫോട്ടോ ഉയർത്തിക്കാട്ടാൻ രാഹുലിനെ സമ്മതിച്ചില്ല. തുടർന്ന് ഫോട്ടോയെ പരാമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ഈ ഫോട്ടോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ബജറ്റ് അവതരണം പുഡിംഗ് വിതരണം ചെയ്ത് ആഘോഷിച്ചു. ഈ ഫോട്ടോയിൽ ഞാനൊരു OBC ഉദ്യോഗസ്ഥനെയോ ആദിവാസി ഉദ്യോഗസ്ഥനെയോ ദളിത് ഓഫീസറെയോ കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. രാജ്യത്തിന് ലഭിക്കേണ്ട പുഡിംഗ് വിഭജിക്കപ്പെടുന്നു. അതിൻ്റെ 73% എവിടെയും കാണാൻ കഴിയുന്നില്ല. ഈ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയതോടെ മുന്നിലിരുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ നെറ്റിയിൽ കൈവയ്ക്കുകയായിരുന്നു. കുറുക്കിക്കൊള്ളുന്ന പ്രസംഗത്തിലൂടെ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളിൽ ചലനം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആയെന്നുള്ളത് ഉറപ്പായും മാറിയ രാഷ്ട്രീയ കാലഘട്ടത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഹൽവ കഴിക്കുകയാണ്, എന്നാൽ രാജ്യത്ത് എല്ലായിടത്തും ഹൽവ ലഭിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. 20 ഉദ്യോഗസ്ഥർ ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. അവരുടെ പേരുകൾ എൻ്റെ പക്കലുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് പുഡിംഗ് വിതരണം ചെയ്യുന്ന ജോലി 20 പേർ ചെയ്തു. ആ 20 പേരിൽ 90% ഒരു ന്യൂനപക്ഷക്കാരനോ ഒരു OBC വ്യക്തിയോ ഒരാൾ പോലും ഈ ഫോട്ടോയിലില്ല. അതായത് നിങ്ങൾ അവരെ ഈ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചില്ല, രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്ക് എന്തോ സംഭവിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയോടെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല, അതിനു മുൻപ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് ഉയർന്നത് എന്ന് മനസ്സിലാക്കാം. 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നിർണായക ഘട്ടത്തിൽ പ്രസംഗവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. അതും വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന രീതിയല്ല രാഹുൽ ഗാന്ധി അവലംബിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾ കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. എനിക്കല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക്.
5 വർഷവും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെക്കൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെക്കൊണ്ട്.